ഹായ് ഓൾ, വെൽക്കം ടു CC പ്ലസ്. എൻ്റെ പേര് അനുശ്രീ. അപ്പോൾ പല മാതാപിതാക്കളുടെയും ഒരു സംശയമാണ് തൻ്റെ കുട്ടിയെ എങ്ങനെ സിവിൽ സർവീസ് പോലൊരു മത്സര പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യിപ്പിക്കണം എന്നുള്ളത്. പലരും മെസ്സേജായും കമൻസായൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് ഈ ചോദ്യം. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ ജേണിയാണ്. ആ ജേണി എത്ര മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ സ്കൂൾ ടൈമിലൊക്കെ നമ്മൾ ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണെങ്കിലും അവരുടെ കരിയർ ഗ്രോത്തിനാണെങ്കിലൊക്കെ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ലൈഫിലുടനീളം ആ ഒരു പ്രിപ്പറേഷൻ അയാളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്കൂൾ ടൈമിൽ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ്. സത്യം പറഞ്ഞാൽ സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ നമുക്കൊരു ഐഡിയൽ ഏജ് എന്ന് പറഞ്ഞിട്ടൊരു ഏജൊന്നുമില്ല. നമ്മൾ എത്ര മുന്നേ തുടങ്ങുന്നോ അത്രയും യൂസ്ഫുൾ ആണ്. ഒരു കുട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കുട്ടിയുടെ അനലിറ്റിക്കൽ സ്കിൽസ് ഒക്കെ വളരുന്നത് ഒരു 5ാം ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അല്ലേ. അപ്പം ഒരു 5ാം ക്ലാസ്സിൽ നിന്നൊക്കെ ചെറിയ ചെറിയ രീതിയിൽ കുട്ടിയെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊണ്ടുവരിക, റൈറ്റിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുക, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുക, ചെറിയ ചെറിയ GK പോർഷൻസ് പഠിപ്പിച്ചു കൊടുക്കുക, പത്രവായന അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെ കുട്ടിയുടെ ഫ്യൂച്ചറിലേക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു 5 to 7 ആ ടൈമിലോ അല്ലെങ്കിൽ 8 to 12 പോലെ 12ാം ക്ലാസ് വരെയൊക്കെയുള്ള ആ ഒരു ടൈമിലൊക്കെ കുട്ടീനെയും കൊണ്ട് സിവിൽ സർവീസ് ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ചില കുട്ടികൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഗവേണൻസ് പോലുള്ള സബ്ജക്റ്റുകളിലൊക്കെ വളരെ താല്പര്യം കാണിച്ച് കാണാറുണ്ട്. അത്തരത്തിലുള്ള കുട്ടികളെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സിവിൽ സർവീസിൻ്റെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പോൾ കുട്ടിയെ മറ്റ് കരിയർ ഓപ്ഷൻസും കൂടി പരിചയപ്പെടുത്തുക. കുട്ടിക്ക് ഏതാണോ താല്പര്യം അതിലോട്ട് തന്നെയാണ് കുട്ടീനെ വിടേണ്ടത്. അപ്പോൾ കുട്ടി ഇൻട്രസ്റ്റ് കാണിക്കുന്നത് വരെ കാത്തിരിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയെ സബ്ജക്റ്റുകൾ പരിചയപ്പെടുത്തുക, കുട്ടിയെ ഈ GK കാര്യങ്ങൾ, അതുപോലെ തന്നെ റൈറ്റിംഗ് സ്കിൽസ്, ഇതൊക്കെ കുട്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കുക. കുട്ടി അതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കൊരു ബോധ്യം വരികയാണെങ്കിൽ കുട്ടി ആവശ്യപ്പെടുന്നതിന് മുന്നേ തന്നെ കുട്ടിയെ ഒരു കോച്ചിങ്ങിന് ചേർക്കാവുന്നതാണ്. ന്യൂസ് പേപ്പർ ഒരു കുട്ടിയെ പരിചയപ്പെടുത്തുമ്പോൾ കുട്ടിയുടെ ഏജിനനുസരിച്ചിട്ട് പരിചയപ്പെടുത്തുക. നമുക്ക് ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലേ. അപ്പം അതിൽ തന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ന്യൂസ് പേപ്പേഴ്സാണ് കുട്ടീനെ എപ്പോഴും പരിചയപ്പെടുത്തേണ്ടത്. ആ ക്വാളിറ്റി നോക്കുമ്പോൾ അതിൽ തന്നെ നമ്മൾ എഡിറ്റോറിയൽസ് ഒക്കെ കുട്ടിയെ കൊണ്ട് വായിച്ച് ശീലിപ്പിക്കുക. ന്യൂസ് പേപ്പറിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതിൽ തന്നെ എഡിറ്റോറിയൽസിന് ഫോക്കസ് ചെയ്ത് അവരെ കൊണ്ട് വായിപ്പിക്കുക. പിന്നെ നമ്മുടെ മലയാള മനോരമ, മാതൃഭൂമി പോലെയുള്ള ന്യൂസ് പേപ്പേഴ്സിലൊക്കെ പഠിപ്പുര പോലെയുള്ള സെക്ഷൻസ് അവൈലബിൾ ആണല്ലേ. അപ്പോൾ അതൊക്കെ കുട്ടീനെ കൊണ്ട് വായിപ്പിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇനി ചെറിയ കുട്ടിയാണെങ്കിൽ നമ്മുടെ ബാലരമ ഡൈജസ്റ്റ് ഒക്കെ വായിപ്പിക്കുന്നത് വളരെ മികച്ചതാണ്. പിന്നെ നിങ്ങളുടെ കുട്ടി ഒരു 8ാം ക്ലാസ് അല്ലെങ്കിൽ 7ാം ക്ലാസ് ഒക്കെ എത്തിയൊരു കുട്ടിയാണെങ്കിൽ കുട്ടീനെ കൊണ്ട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ്, ഹിന്ദു പോലെയുള്ള നാഷണൽ ന്യൂസ് പേപ്പേഴ്സ് വായിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അത് ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മാത്രമല്ല, കുട്ടിയുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവാനും കുട്ടിയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളർത്താനൊക്കെ എന്ത് ചെയ്യും, ആ ന്യൂസ് പേപ്പർ റീഡിങ് എന്തുകൊണ്ടും ഹെൽപ്ഫുൾ ആവും. നമ്മൾ ഒരു വിജയത്തിലേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ സ്റ്റെപ്സുകൾ എടുത്തു വെക്കണം എന്നല്ലേ പറയാം. അപ്പോൾ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരുപാട് ടൈം അല്ലെങ്കിൽ 3-4 മണിക്കൂറൊന്നും ഇപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്റ്റാർട്ടിംഗ് ആണ്, നമ്മുടെ കുഞ്ഞാണല്ലേ, അവർക്ക് പഠനം മാത്രം പോരാ, അവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എല്ലാം വേണം. അപ്പം ഒരു 1 hour ഒരു ½ an hour ഒക്കെ എന്ത് ചെയ്യുക, ഇപ്പോഴേ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ അവരെ കൊണ്ട് മാറ്റി വെപ്പിക്കുക. പിന്നീട് കുട്ടി വലുതാകുന്നതിനനുസരിച്ചിട്ട് ആ ടൈം കൂട്ടിയെടുക്കുക. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ, അതിപ്പോൾ നമ്മൾ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ആണെങ്കിലും എന്ത് പ്രിപ്പറേഷൻ ആണെങ്കിലും, ഒരു കുട്ടി വളർന്നു വരുമ്പോൾ നമ്മൾ ആദ്യം ആ കുട്ടീനെ പരിചയപ്പെടുത്തേണ്ടത് ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണല്ലേ. അപ്പം ആ ഒരു ലൈഫ് സ്റ്റൈൽ പരിചയപ്പെടുത്തുക. അതിൻ്റെ ഒപ്പം തന്നെ കുട്ടിയുടെ ടൈം മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കുക, ആളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് നടത്താം. ഇപ്പം അച്ഛനും അമ്മയൊക്കെ ഇരിക്കുമ്പം ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവുക. കുട്ടീനെ കൊണ്ട് റീഡിങ് സ്കിൽസ്, ഇപ്പം വളരെ കുറഞ്ഞു വരുന്ന ഒന്നാണ് ഈ റീഡിങ് സ്കിൽ എന്ന് പറയുന്നത്. കുട്ടീനെ കൊണ്ട് വായിപ്പിക്കുക. ഇഷ്ടംപോലെ ബുക്സുകൾ നമുക്ക് അവൈലബിൾ ആണല്ലോ. അപ്പോൾ ചെറിയതായിരിക്കുമ്പോൾ തന്നെ കുട്ടീനെ കൊണ്ട് വായിപ്പിക്കുക, കുട്ടീനെ കൊണ്ട് എഴുതിപ്പിക്കുക. അപ്പം ഇങ്ങനെയുള്ള സ്കിൽസൊക്കെ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം ആ ഒരു സ്കില്ലൊക്കെ വളർത്തിയെടുക്കുന്നത് നല്ലതാണ്. പിന്നെ ടൈം മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഈ മീഡിയ കാലത്താണല്ലേ. അപ്പം എല്ലാം നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്.
ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഒരുപാട് പേജസ് ഉണ്ട് സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടത്. സിവിൽ സർവീസ് ആസ്പിരൻസിൻ്റെ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി പേജസ് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അത്തരം പേജസൊക്കെ കുട്ടീനെ കാണിച്ചു കൊടുക്കുന്നത്, ഓരോ ആസ്പിരൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നൊക്കെ കുട്ടിയെ കാണിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ രാജ്യസഭ ടി വിയുടെ ഒഫീഷ്യൽ ചാനലായ സൻസാൽ ടി വി പോലുള്ള ചാനൽസുകളിൽ ബിഗ് പിക്ചർ പോലുള്ള ഡിബേറ്റ് ഷോസ് ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പം അത്തരം ഷോസ് കുട്ടീനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അത്തരം ഷോ ഒക്കെ കാണുന്നത് വഴി കുട്ടിയുടെ സ്കിൽസ്, അതായത് ആ ഒരു അനലിറ്റിക്കൽ സ്കിൽസും അവരുടെ ഒരു ഒപ്പീനിയൻ, വ്യൂ പോയിന്റ്, ഇതൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. പിയർ ഗ്രൂപ്പിലാണ് നമ്മൾ കുട്ടി വളരുന്നത് അല്ലേ. കുട്ടിയുടെ വളർച്ചയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? പിയർ ഗ്രൂപ്പാണ്. അപ്പം ഇത്തരത്തിൽ സെയിം ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ വെച്ചിട്ടുള്ള പിയർ ഗ്രൂപ്പിൽ കുട്ടീനെ മെമ്പർ ആക്കുക. നമ്മുടെ CCയിൽ തന്നെ ഇത്തരത്തിലുള്ള പിയർ ഗ്രൂപ്പ് വാട്സപ്പ് ചാനൽസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടിയെ എന്ത് ചെയ്യാം, അത്തരത്തിലുള്ള ചാനൽസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പേജസ് പരിചയപ്പെടുത്താം. സോഷ്യലൈസേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു വ്യക്തി വളർന്നു വരുന്ന ഒരു പ്രോസസ്സ്, ആ ഒരു പ്രോസസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഒന്ന് പാരൻറ്ഹുഡും മറ്റൊന്ന് ടീച്ചേഴ്സുമാണ്. ടീച്ചേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് കുട്ടിയുടെ ഒരു ഏജ് കഴിഞ്ഞാൽ കുട്ടിയുടെ ഏറ്റവും വലിയ ലോകം ടീച്ചേഴ്സാണ് അല്ലേ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ടീച്ചേഴ്സിന് ഒരുപാട് ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. ഇപ്പം സ്കൂളിലാണെങ്കിലും ആ ഒരു ക്ലാസ് റൂമിൽ ടീച്ചർമാർക്ക് ഡിബേറ്റുകൾ, ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻസ്, കുട്ടിയുടെ റൈറ്റിംഗ് സ്കിൽസ്, അങ്ങനെ ഒരുപാട് സ്കിൽസ് ടീച്ചേഴ്സിന് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ടീച്ചേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. അപ്പോൾ ടീച്ചേഴ്സിന് എന്ത് ചെയ്യാം, സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു GK, കുട്ടിയുടെ ഐഡൻറ്റിറ്റി വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. മാതാപിതാക്കളുടെ കാര്യമാണെങ്കിൽ മാതാപിതാക്കൾക്ക് കുട്ടിയെ കുറച്ചും കൂടി ഡിസിപ്ലിൻ ആയിട്ടുള്ള രീതിയിൽ വളർത്താൻ വേണ്ടി സാധിക്കും. അപ്പം ഇത്തരത്തിലൊക്കെയുള്ള ഒരു അപ്രോച്ച്, ഇതിപ്പോൾ നമ്മൾ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രമല്ല, ഒരു കുട്ടിയുടെ വളർച്ച, അതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം കുട്ടിയുടെ വളർച്ചയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം സിവിൽ സർവീസ് കോച്ചിങ്ങും കൂടി കൊടുക്കുന്നതും സിവിൽ സർവീസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. തീർച്ചയായും ഉപകാരപ്രദമാകും. കാരണം നമ്മൾ സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു വലിയ ജേർണിയാണെന്ന് പറഞ്ഞല്ലോ. ഇതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മൾ ഈ സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ളതിനുപരി നമ്മൾ അതിൻ്റെ ഒപ്പം വളരുകയാണ്, നമ്മളും ഗ്രോ ചെയ്യുകയാണ്. നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സിലാണെങ്കിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഏതൊരു കരിയർ ഓപ്ഷൻ ചൂസ് ചെയ്താലും, ഇപ്പം സിവിൽ സർവീസ് ഒരുപാട് എഴുതി തോറ്റുപോയ ആൾക്കാരുണ്ടല്ലേ, നമ്മളെപ്പോഴും ജയിച്ച ആൾക്കാരുടെ കഥ മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്നാൽ സിവിൽ സർവീസിൽ തന്നെ തോറ്റുപോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർ തോറ്റവിടെ ഇരിക്കുന്നൊന്നുമില്ല. ഇവർ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഇവർ മറ്റ് പ്രൊഫഷനിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ടീച്ചിങ് ഫീൽഡാണ്. കാരണം നമ്മൾ അത്രയധികം സബ്ജക്റ്റ് നോളജ് നമുക്കുണ്ട്. അപ്പോൾ നമുക്കൊരു ടീച്ചിങ് ഫീൽഡ്, ഒരു കോർപ്പറേറ്റ് ലൈഫിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി പറ്റും. നമുക്കത് മറ്റ് പല പ്രൊഫഷനിലേക്ക് നമുക്ക് യൂസ്ഫുൾ ആകും. ഇപ്പം ജേർണലിസം പോലെയുള്ള ഫീൽഡ്, അല്ലെങ്കിൽ നമുക്ക് ജുഡീഷ്യൽ ആയിട്ടുള്ള ഫീൽഡിലോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് നല്ല കണ്ടന്റ് റൈറ്റേഴ്സ് ആകാൻ പറ്റും. നമുക്ക് ഒരുപാട് നല്ല കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് വളരുകയാണെങ്കിൽ അത് നമുക്ക് ഒരുപാട് പ്രൊഫഷനിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സാം പാറ്റേൺ എത്ര ചേഞ്ച് ആയാലും കോർ സബ്ജക്റ്റിൽ മാറ്റം ഉണ്ടാകത്തില്ല. അപ്പം എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ബേസിക്സ് സ്ട്രോങ് ആക്കുക, നമുക്കൊരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി, എല്ലാ സബ്ജക്റ്റിലും ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ നമുക്ക് ഒരിക്കലും വേസ്റ്റ് ആവില്ല. നമുക്കത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് നമ്മുടെ പ്രിപ്പറേഷൻ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പം നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ സബ്ജക്റ്റ് വലിച്ചു വാരി പഠിക്കുന്നതോ കുറേ എഴുതി കൂട്ടുന്നതോ ഒന്നും അല്ല. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വളരുവാണ് അല്ലേ. അപ്പം ഒരിക്കലും ഒരു രീതിയിലും എത്ര എക്സാം പാറ്റേൺ ചേഞ്ച് ആയാലും പ്രിപ്പറേഷൻ വേസ്റ്റ് ആവില്ല. തീർച്ചയായും സ്കൂൾ സ്റ്റുഡൻസിന് അവരുടെ റെഗുലർ സ്റ്റഡീസിനെ ബാധിക്കാതെ തന്നെ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന ഈ ടെക്സ്റ്റ് ബുക്കൊക്കെ തന്നെയില്ലേ, അത് തന്നെയാണ് സിവിൽ സർവീസിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു UPSC ആസ്പിരൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5ാം ക്ലാസ് തൊട്ടിട്ട് 12ാം ക്ലാസ് വരെയുള്ള NCERT SCERT ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളത് നേരത്തെ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നേരത്തെ തന്നെ യൂസ്ഫുൾ അല്ലേ. അപ്പം ഒരു രീതിയിലും നമ്മുടെ റെഗുലർ സ്റ്റഡീസിന് ഇത് ബാധിക്കത്തില്ല. അപ്പം നമുക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവുള്ളൂ. നമ്മുടെ അക്കാഡമിക് എക്സലൻസിനെ
കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യത്തേ ഉള്ളൂ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 5ാം ക്ലാസ് തൊട്ടിട്ട് 12ാം ക്ലാസ് വരെയുള്ള ഓരോ ടെക്സ്റ്റ് ബുക്ക്, ഹിസ്റ്ററി ആണെങ്കിലും ഓരോ സോഷ്യൽ സയൻസിൽ ഓരോ സബ്ജക്റ്റുകളുണ്ട്, എക്കണോമിക്സ്, പൊളിറ്റി, ഇതെല്ലാം നമ്മൾ വായിക്കുകയാണല്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ സിവിൽ സർവീസിനും വായിക്കുന്നത്, സിവിൽ സർവീസിനും റെഫർ ചെയ്യുന്നത്. അപ്പം ഇപ്പോഴേ നമ്മുടെ ബേസിക്സ് ഒക്കെ സ്ട്രോങ് ആക്കി വെക്കുകയാണെങ്കിൽ അത് നമ്മുടെ അക്കാഡമിക് എക്സലൻസിനും ഹെൽപ്ഫുള്ളാകും, നമ്മുടെ സിവിൽ സർവീസ് കരിയറിനും ഹെൽപ്ഫുള്ളാകും. UPSCക്കുള്ള സ്ട്രോങ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ്, സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ. അതിപ്പം SCERT ആണെങ്കിലും NCERT ആണെങ്കിലും. അപ്പം ഈ ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ നന്നായി റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടീനെ പ്രാപ്തരാക്കുക. ഇനിയിപ്പോൾ ചില കുട്ടികൾക്ക് വീണ്ടും വീണ്ടും ഒരുപാട് വായിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ബുക്സ്, ഇപ്പം ലക്ഷ്മികാന്ത് പോലെയുള്ള സ്റ്റാൻഡേർഡ് ബുക്സ് റെഫർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നാലും കുഞ്ഞല്ലേ, കുഞ്ഞ് ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ച് വളരട്ടെ അല്ലേ. പിന്നെ നമുക്ക് ഇയർ ബുക്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. ഇയർ ബുക്സിലൊക്കെ ഒരുപാട് GK കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പം ഇയർ ബുക്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. ന്യൂസ് പേപ്പേഴ്സ് നന്നായിട്ട് വായിക്കാൻ ശീലിപ്പിക്കാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ബാലരമയിലൊക്കെ വരുന്ന നമ്മുടെ ഡൈജസ്റ്റുകളൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈജസ്റ്റുകൾ കൊടുക്കാം. സ്കൂൾ മാസ്റ്റേഴ്സ് പോലെയുള്ള മാഗസിൻസ്, ലേബർ ഇന്ത്യ പോലുള്ള മാഗസിൻസ്, അതിലാണെങ്കിലും കുറച്ച് GK കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടീനെ വായിക്കാൻ പഠിപ്പിക്കാം. UPSC പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് സ്കൂൾ സ്റ്റുഡൻസിൻ്റെ ഇടയിലാണെങ്കിലും മറ്റ് ആസ്പിരൻസിൻ്റെ ഇടയിലാണെങ്കിലും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇതൊന്നും നമുക്ക് കിട്ടത്തില്ല, ഇതെന്തോ വലിയ സംഭവമാണ്, ഇതൊരു ബാലികേറ മലയാണെന്നുള്ളതാണ്. അതങ്ങനെയൊന്നുമല്ല. നമ്മൾ ചിട്ടയായ രീതിയിൽ പ്രോപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ, ഹാർഡ് വർക്കും അതിൻ്റെ ഒപ്പം തന്നെ സ്മാർട്ട് വർക്കും ഒക്കെ കമ്പൈൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്കും എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, സിവിൽ സർവീസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് കുറേ ബുക്ക് വലിച്ചു വാരി പഠിക്കുക, പുസ്തകപ്പുഴുവായി മാറുക എന്നുള്ളതാണ്. അങ്ങനെയല്ല. സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കേവലം പുസ്തകപ്പുഴുക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറേ ബുക്ക് വാരി തിന്നുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇത് നമുക്ക് ബുക്കിഷ് നോളജ് മാത്രമല്ല, എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഗ്രോ ചെയ്യുകയാണല്ലേ, നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ആകുന്നു. സിവിൽ സർവീസിൽ തന്നെ നമ്മുടെ മെയിൻസ് പേപ്പറിൽ എത്തിക്സ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറുണ്ട്, പേപ്പർ 4. എത്തിക്സിൻ്റെ പേപ്പറിൽ നമ്മൾ എഴുതി വെക്കുന്നത്, നമ്മളവിടെ ആൻസർ റൈറ്റിംഗ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. സത്യം പറഞ്ഞാൽ പച്ചയായിട്ടുള്ള എക്സ്പീരിയൻസുകൾ, ആ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ബുക്ക് മാത്രം വായിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും എത്തിക്സ് പേപ്പർ ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ബുക്കിഷ് ആയിട്ടുള്ള നോളജ് മാത്രമല്ല, നമ്മൾ നമ്മുടെ സമൂഹവുമായിട്ട് ഒത്തിണങ്ങി പോവുക, നമ്മുടെ സൊസൈറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്യുക, നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മൾ അപ്ഡേറ്റഡ് ആവുക, നമ്മൾ എല്ലാ രീതിയിലും അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതാണ് ഈ ഒരു പ്രിപ്പറേഷൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പം ബുക്ക് വായിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് സിവിൽ സർവീസ് എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണയാണ് IIT പോലെയുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് പഠിച്ചിറങ്ങിയവർക്ക് മാത്രമേ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അതും വളരെ തെറ്റായ ഒരു ധാരണയാണ്. നമുക്ക് തന്നെ ഒരു വലിയ എക്സാമ്പിൾ ഉണ്ടല്ലേ, നമ്മുടെ ശ്രീധന്യ IAS മാം. പുള്ളിക്കാരിയൊക്കെ സാധാ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചിട്ട്, നമ്മുടെ വയനാട്ടിൽ നിന്ന് സാധാ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച് ഗോത്ര വിഭാഗത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പം ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരാളാണെങ്കിലും, നിങ്ങൾ പഠിക്കുന്നത് പ്രോപ്പറായിട്ടുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ലൊരു ഫ്യൂച്ചർ സിവിൽ സർവൻറ്റിനെ വാർത്തെടുക്കാൻ നമ്മളിപ്പോൾ ചെയ്യുന്ന, ഒരു കുട്ടി ചെറിയ പ്രായത്തിൽ ചെയ്യുന്ന ഓരോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും വളരെ ഹെൽപ്ഫുൾ ആവുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സ്കൂൾ ടൈമിൽ ഒരുപാട് ഡിബേറ്റ്സുകളിൽ പങ്കെടുക്കുക, സ്കൂൾ ടൈമിൽ എസ്സേ റൈറ്റിംഗ് പോലുള്ള ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാംസിൽ പങ്കെടുക്കുക, നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് എഴുതാൻ പഠിക്കുക, നന്നായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളർത്തിയെടുക്കുക. ഇത്തരത്തിലുള്ള എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഒരു മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു സിവിൽ സർവൻറ്റിനെ വാർത്തെടുക്കാൻ ഹെൽപ്ഫുൾ ആവുന്നതാണ്. ഒരു ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് നമുക്ക് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എത്ര ലാംഗ്വേജസ് പഠിക്കുന്നോ അത് അത്രയും നമുക്ക് നല്ലതാണ്. പ്രത്യേകിച്ച് UPSCയിലേക്ക് വരുമ്പം ഹിന്ദി പോലുള്ള ലാംഗ്വേജസ് പഠിക്കുന്നത് നമുക്ക് ഇൻ്റർവ്യൂവിനാണെങ്കിലും മെയിൻസ് ആൻസർ റൈറ്റിങ്ങിനാണെങ്കിലും നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആകും. ഹിന്ദി മാത്രമല്ല, നമ്മൾ ഏത് ലോക്കൽ ലാംഗ്വേജ് പഠിച്ചാലും അത് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നതാണ്. മെയിൻസ് ഓപ്ഷണൽ പേപ്പറിൽ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് മലയാളം വേണമെങ്കിൽ ചൂസ് ചെയ്യാം, തമിഴ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ ലാംഗ്വേജിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, നമുക്ക് ആ ലാംഗ്വേജ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ളൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഈ വേറെ ലാംഗ്വേജസ് പഠിക്കുന്നത് ഹെൽപ്ഫുൾ ആകും. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇൻ്റർവ്യൂവിൽ നമ്മൾ ഹിന്ദി പഠിക്കുന്നത് നമുക്ക് എന്തുകൊണ്ടും യൂസ്ഫുൾ ആണ് കേട്ടോ.
ഗാന്ധി, മണികർണിക, മംഗൾ പാണ്ഡെ പോലുള്ള മൂവീസൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. ഇത് കൂടാതെ ഏഷ്യാനെറ്റ് ന്യൂസ് യൂട്യൂബ് ചാനലിൽ വല്ലാത്തൊരു കഥ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് കിടപ്പുണ്ട്. ബാബു രാമചന്ദ്രൻ സാറിൻ്റെതാണ്. അതും റെഫർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കണ്ടിരിക്കാനും നല്ല രസമാണ്, കേട്ടിരിക്കാനും നല്ല രസമാണ്. മറ്റ് യൂട്യൂബ് ചാനലിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ അലക്സ് പ്ലെയിൻ മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ചാനലാണ്. ഒരുപാട് കറൻ്റ്ലി നമ്മളെ അപ്ഡേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ആ ചാനൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ സ്വന്തം ചാനലായ CC+ ഉണ്ടല്ലേ, CC+ലും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിടപ്പുണ്ട്. നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഓരോ സബ്ജക്റ്റ് പഠിച്ചു കഴിയുമ്പോഴും ഇതൊക്കെ ഓർത്ത് വെക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണല്ലേ. അപ്പം നമുക്ക് ഒരുപാട് മെമ്മറി ടെക്നിക്സുകൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാം, ഷോർട്ടായിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പഠിപ്പിക്കാം. കുട്ടികളെപ്പോഴും നമ്മൾ വലിയൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ചതിനേക്ക് ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത് കുട്ടിയുടെ മെമ്മറി എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ പഠിച്ച കാര്യങ്ങൾ തന്നെ അമ്മയോടോ അച്ഛനോടോ ഒക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതായത് ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ അമ്മയ്ക്കോ അച്ഛനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ ഒക്കെ നമ്മൾ മാതാപിതാക്കളും കൂടി ഇരുന്ന് കൊടുക്കണം കേട്ടോ. അപ്പം അതൊക്കെ എന്ത് ചെയ്യാം, കുട്ടിയുടെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിരിക്കും. മറ്റ് മെമ്മറി ടെക്നിക്സിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ കുട്ടിയുടെ മെൻ്റൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടീനെ ഒരുപാട് സ്ട്രെസ് ചെയ്തിട്ട് ഇത് പഠിക്കുക അത് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് കുറേ സ്ട്രെസ് ചെയ്ത് പഠിപ്പിക്കുകയല്ല വേണ്ടത്. കുട്ടിയുടെ മെൻ്റൽ ഹെൽത്തിനും പ്രയോറിറ്റി കൊടുക്കണം. കുട്ടീനെ ചെറുപ്പത്തിൽ തന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. കുട്ടിക്ക് നല്ലൊരു ഹെൽത്തി ഡയറ്റ് കൊടുക്കാം. എക്സസൈസ്, റെഗുലറായിട്ടുള്ള എക്സസൈസ് പരിശീലിപ്പിക്കാം. ഇതൊക്കെ കുട്ടിയുടെ മെമ്മറീനെ എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ പുറമെ കുട്ടിയുടെ പിയർ ഗ്രൂപ്പിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് നടത്തുന്നതും അയാളുടെ മെമ്മറി ടെക്നിക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആകും. തീർച്ചയായും ഒരു ടോപ്പറിൻ്റെ ഇൻ്റർവ്യൂസ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിയൊക്കെ ആണെങ്കിലും കേൾക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടിക്കൊരു ഇൻസ്പയറിംഗ് വേർഡ്സ് ആയിരിക്കും എന്താ പറയുക ടോപ്പേഴ്സിൻ്റെ സംസാരം എന്ന് പറയുന്നത് അല്ലേ. ടെഡെക്സ് പോലുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ വരുന്ന ഇൻ്റർവ്യൂസൊക്കെ കുട്ടികളെ കാണിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ വിജയിച്ചവരുടെ കഥ മാത്രമല്ല, തോറ്റുപോയവരുടെ കഥകളും കൂടി ഇടയ്ക്ക് കുട്ടീനെ കേൾപ്പിച്ചു കൊടുക്കുക. അപ്പം അതൊക്കെ അടിപൊളിയായിരിക്കും. തീർച്ചയായും വളരെ ചെറിയ പ്രായത്തിലെ CSATന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. CSAT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിവിൽ സർവീസ് എക്സാം 3 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. പ്രിലിമിനറി, മെയിൻസ് ആൻഡ് ഇൻ്റർവ്യൂ. ഇതിൽ പ്രിലിമിനറിയിൽ തന്നെ നമുക്ക് 2 പേപ്പറുണ്ട്, GS1ഉം അതുപോലെ തന്നെ CSATഉം. CSATൽ വരുന്ന പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, റീസണിങ്, അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ കോംപ്രഹെൻഷൻ. അപ്പം ഈ ഒരു പേപ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ക്വാളിഫയിങ് പേപ്പറാണ്. ലിമിറ്റഡ് ടൈമേ നമുക്ക് ഒരുപാട് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷെ നമുക്കത് അറ്റൻഡ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണല്ലേ. അപ്പം മിക്കപ്പോഴും ഒരു ക്വസ്റ്റ്യന് നമുക്ക് 1-ൽ കുറവ് മിനിറ്റേ ചെയ്യാൻ ടൈം കിട്ടത്തുള്ളൂ. അപ്പം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും മെൻ്റൽ എബിലിറ്റീൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് കുട്ടിക്ക് പിൽക്കാലത്ത് ഫ്യൂച്ചറിലേക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. കാരണം ആ ടൈമിൽ കുട്ടിക്ക് ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പർ ആക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇത് CSATൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിവിൽ സർവീസ് എക്സാമിന് മാത്രമല്ല ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനാണെങ്കിലും ഇതിന് മുന്നേ ഉള്ള അതായത് ചെറിയ പ്രായത്തിലുള്ള പ്രിപ്പറേഷൻസ് കുട്ടിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നതാണ്. റൈറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ഈ ഒരു റൈറ്റിംഗ് സ്കില്ലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് എഴുതാം അല്ലേ. കുറേ വലിച്ചു വാരി നീട്ടി വലിച്ചൊക്കെ എഴുതാം, ക്രിസ്പായിട്ട് എഴുതാം, പ്രിസൈസ് ആയിട്ട് എഴുതാം. എപ്പോഴും നമ്മൾ എന്തെഴുതുമ്പോഴും ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കണം, പ്രിസൈസ് ആയിട്ട് എഴുതാൻ പഠിക്കണം. അതൊക്കെ സ്കൂൾ സ്റ്റുഡൻസ് എന്ത് ചെയ്യണം, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് എഴുതാൻ പഠിക്കുക. നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഏറ്റവും ക്രിസ്പായിട്ട് എന്ത് ചെയ്യണം, നമ്മളത് അവതരിപ്പിക്കണം. എങ്കിൽ മാത്രമേ അത് വായിക്കുന്ന ആൾക്കാർക്ക് ഒരു സുഖം ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പം UPSC അവർ മെയിൻസ് എക്സാമിൻ്റെ പാറ്റേൺ നോക്കുമ്പം അവർ അനലൈസ് ചെയ്യുമ്പം കൂടുതലും ഇതുപോലത്തെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ആൻസേഴ്സിനായിരിക്കും മാർക്ക് കൂടുതൽ കിട്ടുക. അപ്പോൾ അങ്ങനെ എഴുതാൻ നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പരിശീലിക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഹിന്ദു പോലുള്ള ന്യൂസ് പേപ്പേഴ്സിലെ എഡിറ്റോറിയൽ വായിക്കുന്നത് നല്ലതാണ്. കാരണം ഓരോ എഡിറ്റോറിയൽസിലും വളരെ വലിയൊരു ന്യൂസിനെ അല്ലെങ്കിൽ വളരെ വലിയൊരു കോണ്ടന്റിനെ നമ്മൾ വളരെ ചുരുക്കി എഴുതിയാണല്ലേ പോകുന്നത്. അപ്പം ഇത്തരത്തിലുള്ള എഡിറ്റോറിയൽ വായിക്കുന്നത് വഴി കുട്ടിക്കും മനസ്സിലാകും എങ്ങനെ ഒരു കോണ്ടന്റിനെ ഇത്ര ചുരുക്കി പറയാം, എങ്ങനെ ഒരു കോണ്ടന്റിനെ പല രീതിയിൽ ക്രിയേറ്റീവായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത്. അത് മാത്രമല്ല ആൻസർ റൈറ്റിംഗ് ടെക്നിക്സുകൾ ഒരുപാടുണ്ട്. നമുക്ക് ഒരു ആൻസർ എഴുതുമ്പോൾ നമുക്കത് ചാർട്ടുകളായിട്ടോ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ആൻസേഴ്സ് എഴുതാൻ വേണ്ടി പറ്റും. അപ്പം അതൊക്കെ നമ്മൾ സ്കൂൾ ടൈമിൽ തന്നെ പരിശീലിക്കുകയാണെങ്കിൽ നമ്മൾ സ്കൂൾ ടൈമിൽ എഴുതുന്ന എക്സാംസ് ഉണ്ടല്ലോ, നമുക്ക് സോഷ്യൽ സയൻസ് ഒക്കെ നമ്മൾ എസ്സേസ് എഴുതാനുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് സ്കൂൾ ടൈമിലാണെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും.
അപ്പോൾ നമുക്കത് അക്കാഡമിക്കായിട്ടും നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സിവിൽ സർവീസ് എന്ന കരിയറിലും നമുക്ക് ആൻസർ റൈറ്റിംഗ് യൂസ് ചെയ്യാം. അപ്പം ഒരുപാട് ആൻസർ റൈറ്റിംഗ് ടെക്നിക്സ് അവൈലബിൾ ആണ്. അപ്പം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ യൂസ് ചെയ്ത് പഠിക്കുക. അപ്പം ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമുക്ക് വന്നിട്ടുള്ള എൻക്വയറീസ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഞാനിവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. നിങ്ങളുടെ കൂടുതൽ സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അപ്പം മറക്കണ്ട, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ CC+ ഒരു വെക്കേഷൻ ബാച്ചും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിവിൽ സർവീസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സ്പെസിഫൈ ചെയ്തിട്ട് 5ാം ക്ലാസ് തൊട്ടിട്ട് 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ജൂനിയർ ലെവലിലും 8ാം ക്ലാസ് തൊട്ടിട്ട് 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സീനിയർ ലെവലിലും ആയിരിക്കും ഈ ഒരു പ്രിപ്പറേഷൻ അവൈലബിൾ ആയിട്ടുണ്ടാവുക. അത് മാത്രമല്ല, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പിയർ ഗ്രൂപ്പും നമുക്കുണ്ട്. വാട്സപ്പിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് പിയർ ഗ്രൂപ്പായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്